ഇരിക്കും മോളെ. എന്റെ പിടിപ്പുകേടോ? അതെങ്ങനെ എന്റെ പിടിപ്പുകേടാവും? ജാനകി ചേച്ചിയുടെ കൈവശം ഉണ്ടായിരുന്ന താക്കോൽ കൂട്ടം ജാനകി ചേച്ചി ദേവികയ്ക്ക് കൊടുത്തു. അതിന് ഞാനെന്ത് പഴിച്ചു? എടി, ഈ വീട്ടിലേക്ക് നീ വലതുകാല് വെച്ച് കയറി വന്നപ്പോ തന്നെ ഞാൻ നിന്നോട് ഉപദേശിച്ചതാ, എങ്ങനെയും അമ്മയെ സോപ്പിട്ട് ജാനകി ചേച്ചിയുടെ കയ്യിൽ നിന്നും ഇവിടത്തെ താക്കോലുകൾ നീ നേടിയെടുക്കണമെന്ന്. എന്നിട്ട് നിന്നെ കൊണ്ട് തന്നെ സാധിച്ചോ? ഇല്ലല്ലോ. എടി, നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നിന്റെ കയ്യിലിരുന്നേനെ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? എനിക്ക് സാധിക്കാവുന്ന തരത്തിലൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ അമ്മ അമ്പിനും വില്ലിനും അടുക്കണ്ടേ? അവർക്ക് ജാനകി എന്ന് വെച്ച ജീവനല്ലേ? ജാനകിയോട് വലിയ സ്നേഹവും വിശ്വാസവും അല്ലേ? അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് വല്ലതും അവരുടെ തലയിൽ കേറുവോ? ഒഴുക്കിനെതിരെ നീന്തനോടി. തുറക്കാത്ത വാതിലുകളെ മുട്ടി തുറക്കണം, അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പശുവും ചത്തും മോരിലെ പുളിയും പോയി. നമുക്കൊന്നും പരാജയം മാത്രമേ ഉള്ളൂ ഏട്ടാ. ദേവിക ദിവസം ദിവസം വളർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ അധികം പെട്ടെന്നൊന്നും നമുക്കവളെ പിടിച്ചേട്ടനായെന്ന് വരില്ല. പരിങ്ങല്ലാവുന്നതേ നമ്മുടെ നിലയാ. മരുന്ന് കൊടുത്ത് സിദ്ധുവിനെ തളർത്തണമെന്ന് കരുതിയിട്ട് അതും പാളിപ്പോയി. അല്ല, നിനക്കെന്താ അവളെ പേടിയെ തുടങ്ങിയ? പേടിയൊന്നുമല്ല, ദേവികയ്ക്കെതിരെ നമ്മുടെ ഒരു അടവും യേശുന്നില്ലല്ലോ എന്ന നിരാശയാ എനിക്ക്. അങ്ങനെ നിരാശപ്പെട്ട് തളർന്നിരുന്നോണ്ട് കാര്യമില്ലല്ലോ മായേ. നമ്മുടെ കുഴി നമ്മളായിട്ട് കുത്തുന്നതിന് തുല്യമാത്. ദേവിക എത്രത്തോളം വിജയിച്ചാലും ആ വിജയം കൊണ്ട് പിന്നോക്കം പോകാൻ പാടില്ല നമ്മള്. ദേവികയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി എന്ത് ചെയ്യും ഹരിയേട്ടൻ? അത് പറ. ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദവും ബഹളവും കേട്ടാല് കുട്ടന്റെ നിയന്ത്രണം തെറ്റുന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ? എന്തായാലും ഇത് തീർത്തും ഉത്തരവാദിത്വം ഇല്ലാത്ത പരിപാടിയായിപ്പോയി. കുട്ടനെ കെയർ ചെയ്യേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? കുട്ടനെ കൊണ്ട് ഈ ഒരു ഗെയിം നിങ്ങൾ കളിപ്പിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിലെ ഫോൺ അവൻ ബലമായി പിടിച്ചു വാങ്ങിയതാ. ഇവൻ വാശി പിടിച്ച് ഓരോന്ന് ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാശി പിടിച്ചാലും കുട്ടന് നിങ്ങൾ ഇത് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഓ, ഇപ്പോ കുറ്റം മുഴുവൻ ഞങ്ങളുടേതായി. അതെ, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാര്. കുട്ടന്റെ മാനസികാവസ്ഥ അറിഞ്ഞിട്ടും ഫോൺ കൊടുത്ത നിങ്ങൾ തന്നെയാ കുറ്റക്കാര്. ദേവികേ, എടി, നീ ആരോടാ എതിർത്ത് സംസാരിക്കുന്നത്? ഹരിദാസ് ആരാണെന്നാ നിന്റെ വിചാരം? നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താ ഹരിയെ മായെ നീ കാണേണ്ടത്. അതെങ്ങനാ? മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയണ്ടേ? വളർത്തുഗുണം. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതായിരുന്നെങ്കിലേ ഒരിക്കലും നീ ഇവരോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. മുത്തശ്ശി, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇനി ആരും കുട്ടനോട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്റെ മറ്റൊരു മുഖം കൂടി നിങ്ങൾ എല്ലാവരും കാണേണ്ടി വരും. വളരെ മോശം അനുഭവമായിരിക്കും എന്നിൽ നിന്നുണ്ടാവുന്നത്. നിങ്ങൾക്കാർക്കും അത് സഹിക്കാൻ സാധിച്ചെന്നു വരില്ല. കുട്ടോ, 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 കുട്ടോ.
എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? പറയ. എനിക്ക് ഉറങ്ങണം. വാ, നമുക്ക് മുറി പോ. ദേവികയുടെ വിവാഹമേ ഞാൻ അംഗീകരിച്ചിട്ടില്ല, പിന്നെയല്ലേ വിരുന്ന്. അതുകൊണ്ട് വിരുന്നെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടിയാ മതി. നാട്ടാചാര പ്രകാരമുള്ള സൽക്കാരമൊന്നും വേണമെന്നില്ല. ശ്രീകല അങ്ങനെ പറയരുത്. നമ്മൾ ഈ ചടങ്ങ് ഭംഗിയായി തന്നെ നടത്തണം. നമ്മുടെ മരുമക്കളെ ഗംഭീരമായി ആദരിച്ച അതിന്റെ ഗുണം നമ്മുടെ മക്കൾക്ക് തന്നെയല്ലേ കിട്ടുന്നത്. മോളെ, സുലോചന പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിന് പണത്തിന് ഇത്തിരി പ്രയാസമുണ്ട്. എങ്കിലും കുടുംബത്തിന്റെ അഭിമാനത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. നമ്മളത് നിലനിർത്തണം മോളെ. മരുമക്കളെ നല്ല രീതിയിൽ സ്വീകരിച്ച് വിരുന്നൂട്ടിയാല് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാ ഉയരുന്നത്. അല്ലാതെ വിരുന്ന് ചടങ്ങ് വഴിപാട് പോലെ നടത്തി തീർത്താല് അതിന്റെ ക്ഷീണം നമ്മുടെ കുടുംബത്തിനല്ലേ. പൊന്നാരം തോട്ടത്തുകാര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? അല്ലെങ്കിലും എന്റെ അഭിപ്രായത്തിന് ഒരു അംഗീകാരവും ഇവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. മോളെ ശ്രീയല്ലേ, ഞാൻ പറയുന്ന മനസ്സിലാക്ക. എനിക്കൊന്നും മനസ്സിലാക്കാനില്ല അച്ഛാ. ഒന്നും പറയാനും ഞാനില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ.